നമസ്കാരം. 1000 കോടിയിലേറെ രൂപ നേടി ഇന്ത്യയിലെ സർവകാല ഹിറ്റായ ധുരന്തർ 2 എന്ന 4 മണിക്കൂർ സിനിമ പറയുന്നത് പാകിസ്ഥാനിലെ ഇന്ത്യയുടെ സ്പൈ ഓപ്പറേഷനുകളെക്കുറിച്ചാണ്. ഖുറാൻ പഠിപ്പിച്ച് സുന്നത്ത് വരെ നടത്തി പാകിസ്ഥാനിലേക്ക് കയറ്റിവിട്ട ചാരൻ അവിടെ നിന്നും വിവാഹം കഴിച്ച രാജ്യത്തിന്റെ പൗരനായി ഇന്ത്യക്ക് വേണ്ടി ഭീകരരെ ഒതുക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. ഈ സിനിമ വെറും കെട്ടുകഥയല്ല. കഴിഞ്ഞ 2 വർഷമായി 30ഓളം ഭീകരരാണ് പാകിസ്ഥാനിലും കാനഡയിലും UK-യിലുമൊക്കെ കൊല്ലപ്പെട്ടത്. ഇവരെല്ലാവരും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ് ലിസ്റ്റിലുള്ളവരാണ്. ഈ കൊലപാതക പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ലഷ്കർ-ഇ-തയ്യബ സഹസ്ഥാപകൻ അമീർ ഹംസയുടേത്. കഴിഞ്ഞ ദിവസമാണ് ഇയാൾക്ക് വെടിയേറ്റത്. ലാഹോറിലെ ന്യൂസ് 24-ന്റെ ഓഫീസിൽ നിന്നും പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അമീർ ഹംസയ്ക്ക് വെടിയേറ്റത്. ആ പരിപാടിയിലും ഇയാൾ ഇന്ത്യക്കെതിരെ അലറുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അജ്ഞാതരുടെ വെടി ഹംസയെ തേടിയെത്തിയത്. ഇതോടെ പാകിസ്ഥാനിൽ ധുരന്തർ 2 ആവർത്തിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. ലാഹോറിലെ കോട്ട് ലഖ്പതിലെ ഹംദർദ് ചൌക്കിന് സമീപം വെച്ചാണ് ആമീർ ഹംസ ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലെത്തിയ അജ്ഞാതരായ 2 തോക്കുധാരികൾ ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇയാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ ബൈക്കിലെത്തുന്ന ആക്രമണ രീതിയും ശരിക്കും ധുരന്തർ 2 മോഡലിലാണ്. ആമീർ ഹംസ ലഷ്കർ-ഇ-തയ്യബയുടെയും ഫണ്ട് റൈസറായും പ്രചരണ വിഭാഗം തലവനായും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഹഫീസ് സയ്യിദ് കഴിഞ്ഞാൽ ലഷ്കറിലെ ഏറ്റവും സ്വാധീനമുള്ള 2ാമത്തെ നേതാവായാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ലഷ്കറിനുണ്ടായ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കാൻ ഇദ്ദേഹം ജെയ്ഷ്-ഇ-മൻഗാഫ എന്ന പേരിൽ ഒരു പുതിയ സംഘടന 2018-ൽ രൂപീകരിച്ചിരുന്നു. ലഷ്കറിന്റെയും അനുബന്ധ സംഘടനകളായ ജമാഅത്ത് ഉദ്ദവ, ഫലാഹ്-ഇ-ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ എന്നിവയുടെയും പ്രവർത്തനങ്ങൾക്കാവശ്യമായ പണം കണ്ടെത്തുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ലഷ്കറിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ഭീകരപ്രവർത്തനങ്ങൾക്കായി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഇദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചിരുന്നു. ലഷ്കറിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ മജല്ല അൽ ദുആയുടെ സഹസ്ഥാപകനായിരുന്നു ഇദ്ദേഹം. ലഷ്കറിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്ര ഉപദേശക സമിതിയിലെ അംഗവുമായിരുന്നു ആമീർ ഹംസ. മറ്റ് സംഘടനകളുമായുള്ള ബന്ധങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഇദ്ദേഹം സജീവമായിരുന്നു. ഇന്ത്യക്കെതിരെയുള്ള പല ഭീകരാക്രമണങ്ങളുടെയും ഗൂഢാലോചനയിൽ ഹംസയ്ക്ക് പങ്കുണ്ട്. പ്രത്യേകിച്ച് 2005-ലെ ബംഗളൂരു IISc ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു ഇയാൾ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും റിക്രൂട്ട്മെന്റിനും സാമ്പത്തിക സഹായം നൽകുന്നതിനും ഇയാളെ 2012 ഓഗസ്റ്റിൽ അമേരിക്ക ഒരു ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ വശ്യമായ സംസാര ശൈലിയും എഴുത്തുമാണ് ഭീകരവാദത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനായി ലഷ്കർ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയിലെ നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനും ലഷ്കർ-ഇ-തയ്യബ സഹസ്ഥാപകനുമായിരുന്നു ആമീർ ഹംസ. 2005-ലെ ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആക്രമണത്തിന്റെ സൂത്രധാരനാണ്. 2005 ഡിസംബർ 28-ന് വൈകുന്നേരം ഏകദേശം 7 മണിയോടെ സൈനിക വേഷം ധരിച്ച ആക്രമി ക്യാമ്പസിനുള്ളിലെ JN ടാറ്റ ഓഡിറ്റോറിയത്തിന് മുന്നിൽ വിവേചനരഹിതമായി വെടിയുതിർത്തു. ഓപ്പറേഷൻസ് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ അത്താഴത്തിനായി പുറത്തിറങ്ങിയ സമയത്താണ് ആക്രമണം ഉണ്ടായത്. എന്തായാലും ഹംസ കൊല്ലപ്പെട്ടിരിക്കുന്നു. ധുരന്തർ 2 മോഡൽ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.